എനിക്ക് മറാഠിയിൽ ഒരു സിനിമ ചെയ്തിരുന്നു, അതിന് സബ്സിഡി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറാഠി ലോക്കലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗോൾഡൻ എക്സാമ്പിളാണ് ഈ മറാഠി സിനിമ. എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക്, എങ്ങനെ ഒരു സർക്കാരിന്, എങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിന് അവരുടെ കൾച്ചറിനെ, അവരുടെ ലാംഗ്വേജിനെ, അവരുടെ സിനിമയെ, നാടകത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഗോൾഡൻ എക്സാമ്പിളാണ് മറാഠി. അടുത്ത് വന്ന ചില സിനിമകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇരിക്കുന്ന 80കളിലും 90കളിലൊക്കെ ഒരു ഡീക്കേഡ്, ഒരു ദശകത്തിൽ ഒരു സിനിമയായിരുന്നു മറാഠി. പിന്നീട് ഒരു വർഷം ഒരു സിനിമയായി. ഇന്ന് 100ലധികം സിനിമകൾ, അതിൽ പലതും നാഷണലും ഇന്റർനാഷണലും റെക്കഗ്നിഷൻ കിട്ടുന്നു, തിയേറ്ററിൽ വളരെയധികം സക്സസ്ഫുൾ ആയി ഓടുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾക്ക് സബ്സിഡി കൊടുക്കുകയും അവിടെയുള്ള തിയേറ്ററുകൾക്ക് മുഴുവൻ ഇത്ര ശതമാനം സമയം നിങ്ങൾ മറാഠി സിനിമ കാണിച്ചിരിക്കണം എന്ന് നിയമം ഉണ്ടാക്കുകയും എല്ലാ മീഡിയം ടെലിവിഷനും പത്രങ്ങളും ഒക്കെ മറാഠി സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ഒരു വലിയ മുന്നേറ്റത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റിയോട്, നമ്മളുടെ ഭാഷയോട്, നമ്മുടെ കൾച്ചറിനോട് എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് കാണിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ അതാണ് നമുക്ക് കേരളത്തിൽ തുടക്കം ഗംഭീരമാണെങ്കിലും നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്.